നമസ്കാരം. ഇന്നലെയാണ് നടി മിനു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് നടൻ ജയസൂര്യ തന്നോട് മോശമായി പെരുമാറിയത് എന്നാണ് മിനു മുനീർ പറഞ്ഞത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വച്ചായിരുന്നു നടന്നത്. അന്ന് ഷൂട്ടിങ്ങിനിടെ സാരി ശരിയാക്കുന്ന സമയത്ത് നടൻ ജയസൂര്യ പുറകിൽ കൂടി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചെന്ന് മിനു മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. തന്റെ ആദ്യത്തെ സിനിമയിലുണ്ടായ ആദ്യത്തെ അനുഭവമായിരുന്നു അതെന്നും മിനു ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ സംഭവത്തിന് ശേഷം ജയസൂര്യ തന്നോട് തിരുവനന്തപുരത്ത് ഫ്ലാറ്റ് ഉണ്ടെന്നും അവിടേക്ക് വന്നാൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാകുമെന്നും പറഞ്ഞതായും മിനു വെളിപ്പെടുത്തി. തിരുവനന്തപുരത്ത് എനിക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ട്, അവിടേക്ക് നിങ്ങൾക്ക് വരാം, എനിക്ക് താല്പര്യമുണ്ട് മിനുവിനെ. മിനു വരികയാണെങ്കിൽ ഭാവിയിൽ വലിയ നേട്ടങ്ങളുണ്ടാവും എന്നാണ് മിനുവിനോട് ജയസൂര്യ പറഞ്ഞതെന്നാണ് മിനു പറയുന്നത്. എന്നാൽ മിനു അപ്പോൾ തന്നെ നോ പറഞ്ഞു എന്നും പറയുന്നു. നടിയുടെ ഈ തുറന്നു പറച്ചിലിൽ മലയാള സിനിമ ഒന്നടങ്കം ഞെട്ടുകയും ചെയ്തു. ജയസൂര്യയ്ക്ക് പുറമെ മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെയും ആരോപണം ഉന്നയിച്ചു. എന്നാൽ ഇതിന് പിന്നാലെ ജയസൂര്യ രംഗത്ത് വന്നു. വലിയൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന തിരക്കിലാണ് താൻ, അതുകൊണ്ട് ഇതുപോലുള്ള വ്യാജ പ്രസ്താവനകളിൽ പ്രതികരിക്കാൻ ഇപ്പോൾ സമയമില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ തയ്യാറാണ്. തെളിയിക്കാൻ പറ്റാതെ വന്നാൽ തിരിച്ച് കേസ് കൊടുക്കാനും ഞാൻ തയ്യാറാണ് എന്നും ഓർമ്മിപ്പിക്കുന്നു. നിരപരാധികൾക്കൊപ്പം കൂടാം എന്നും ജയസൂര്യ സൂചിപ്പിച്ചു. മിന്നുവിന് പുറമെ തന്നെ നടി സോണിയ മൽഹാറും രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. സിദ്ദിഖ്, മുകേഷ്, ജയസൂര്യ തുടങ്ങിയ നടന്മാർക്കെതിരെയാണ് ആരോപണം ഉയർത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുറന്നുപറച്ചിലുകൾക്ക് നടിമാരെ പ്രചോദിപ്പിക്കുന്നു എന്നും താരം വ്യക്തമാക്കി. മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ജയസൂര്യക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചു വന്നിരുന്നു. ഇപ്പോഴിതാ താൻ ആരോപണം ഉന്നയിച്ച നടൻ ജയസൂര്യ അല്ല എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സോണിയ മൽഹാർ. കൂടാതെ നടനും MLA-യുമായ മുകേഷ്, ചലച്ചിത്ര താരങ്ങളായ ജയസൂര്യ, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെയുള്ള ലൈംഗികാരോപണം ഉന്നയിച്ച മിനു ഇന്ന് പരാതി നൽകും എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇമെയിലായി പരാതി നൽകുമെന്നാണ് റിപ്പോർട്ട് വരുന്നത്. വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാം.